ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ലാലേട്ടന്റെ അടുത്ത തിരക്കേറിയ ദിവസം കൂടിയാണല്ലോ. രാവിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് KSRTC ബസ്സിലായിരുന്നു. അതിനുശേഷം KCL ക്രിക്കറ്റ് കളി കാണുവാനായിട്ടും ആ KCLന്റെ രണ്ടാമത്തെ സീസൺ ഉദ്ഘാടനം ചെയ്യാനായിട്ട് കൂടി ലാലേട്ടൻ ബ്രാൻഡ് അംബാസിഡർ റോളിൽ എത്തുന്നൊരു കാഴ്ച കണ്ടു. ഇതിനെല്ലാം തന്നെ ഇടയിൽ ലാലേട്ടന്റെ അടുത്ത ഓണച്ചിത്രം കൂടിയായ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ള അഭിമുഖങ്ങൾ യൂട്യൂബിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവയിൽ നിന്ന് ലാലേട്ടൻ പുതിയ കാര്യങ്ങൾ പുറത്തുവിടുമ്പോൾ പേട്രിയറ്റ് എന്ന സിനിമയിലെ മമ്മൂട്ടിയൊത്തുള്ള ലാലേട്ടന്റെ അടുത്ത ഷൂട്ടിങ്ങിനെ കുറിച്ച് അപ്ഡേറ്റ് ലാലേട്ടൻ തന്നെ നൽകിയിരിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന പേട്രിയറ്റ് എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ചികിത്സയ്ക്കായി പോയത്. അടുത്ത മാസം തന്നെ അദ്ദേഹം അഭിനയത്തിലേക്ക് തിരിച്ചു വരും എന്നാണ് ഞാൻ സംസാരിച്ചതിൽ നിന്നും മനസ്സിലായത്. ആദ്യം അദ്ദേഹം സിനിമകളുടെ ഡബിങ്ങിലേക്കാണ് പോകുന്നത്. ഒരു സുഖക്കേടിൽ നിന്ന് വരുന്നതല്ലേ, അപ്പോൾ അതിൻ്റെതായ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് ലാലേട്ടൻ അദ്ദേഹത്തിന്റെ ഇച്ഛാക്കിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പ്രേക്ഷകർ അറിയിച്ചതുപോലെ തന്നെ തിരിച്ചു വന്നാൽ സെപ്റ്റംബറിലെ കളങ്കാവൽ എന്ന സിനിമയുടെ ഡബ്ബിംഗ് പൂർത്തിയാക്കും. അതിനുശേഷമായിരിക്കും പേട്രിയറ്റിന്റെ ഷൂട്ട് നടക്കുക എന്ന് തന്നെയാണ് ലാലേട്ടനെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്. എമ്പുരാൻ, തുടരും എന്നീ സിനിമകളുടെ വലിയ വിജയങ്ങൾക്ക് ശേഷം ലാലേട്ടനെ തേടി അന്യഭാഷയിൽ നിന്നും കൂടുതലായിട്ട് ഓഫേഴ്സ് വരുന്ന കാര്യം നേരത്തെ പലതവണ പ്രേക്ഷകർ അറിയിച്ചതാണല്ലോ. ഇക്കാര്യം ലാലേട്ടനും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ലാലേട്ടന് പുറത്ത് നിന്ന് തമിഴ്, തെലുഗു, ഹിന്ദി ഭാഷകളിൽ നിന്നും ധാരാളം ഓഫേഴ്സ് വരുന്നുണ്ട് എന്നും ഒരു സിനിമ പോലും ഇതുവരെ കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ലാലേട്ടൻ കൺഫേം ചെയ്യുന്നത്. അതേ റിപ്പോർട്ട് പുറത്തു വന്ന ഇന്നേ ദിവസം തന്നെ AK-64 ലാലേട്ടൻ ഉറപ്പിക്കപ്പെട്ടു എന്നൊക്കെ തമിഴ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും ഈ വാർത്ത ഉറപ്പാക്കപ്പെടുകയാണെങ്കിൽ അജിത്ത് ലാലേട്ടൻ കോംബോയിൽ സിനിമ ഉണ്ടാകും. അതിക്ക് രവിചന്ദ്രനാണ് AK-64 എന്ന സിനിമയുടെ സംവിധായകൻ. ലാലേട്ടന് സിനിമയിൽ തുല്യ റോള് എന്നൊക്കെയാണ് നേരത്തെ തന്നെ പുറത്തു വന്ന റിപ്പോർട്ട്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾക്ക്.